കെഎസ്ആർടിസിയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്കെതിരെ ബിജെപി യുഡിഎഫ് സർക്കാർ സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് മാർച്ച് നടത്തി. കെഎസ്ആർടിസി ബസ് നാട്ടുകാരെ പറ്റിക്കോ, നാട്ടുകാരെ പറ്റിക്കോ. ബിജെപി മുഖ്യ വീട് സതീശൻ രാജിവെച്ചു പോപുറത്ത്. എല്ലാ സർക്കാർ എല്ലാ കെഎസ്ആർടിസി ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പിലാക്കും. അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ മുഴുവൻ കെഎസ്ആർടിസിയിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് വാഗ്ദാനം നൽകിയ യുഡിഎഫ് സർക്കാർ ആനുകൂല്യം ഓർഡിനറി ബസ്സിലാക്കിയതോടുകൂടി അവരുടെ സ്ത്രീവിരുദ്ധ മുഖം പുറത്തു വന്നിരിക്കുകയാണെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ.കെ. ഓമനക്കുട്ടൻ പറഞ്ഞു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര അനുവദിക്കും. പ്രധാനമായും ഈ അവകാശവാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പിനെ യുഡിഎഫ് നേരിട്ടത്. ആദ്യത്തെ മകളെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞ ഈ വാഗ്ദാനം, ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചിരിക്കുകയാണ് ഈ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ. മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യം നൽകുമെന്ന് ഉറപ്പു നൽകി ഈ നാട്ടിലെ മുഴുവൻ വനിതകളുടെയും വോട്ട് സമാഹരിച്ച ശേഷം ഇപ്പൊ പറയുകയാണ് ഓർഡിനറി ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. ഓർഡിനറി ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സൗജന്യം, ബസ് മാറി കയറിയാൽ അവർ വനിതകളല്ല, കേരളത്തിൽ ജനിച്ചുപോയ ആളുകൾ വനിതകളല്ല എന്നാ പറയുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്, വനിതകളോട് ചെയ്യുന്ന വഞ്ചനയാണ്. നിങ്ങൾ ജാലവിദ്യക്കാർ ചെയ്യുന്നത് പോലെ ഈ നാട്ടിലെ വനിതകളെ വശീകരിച്ചുകൊണ്ട് വോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. ഇതിനെതിരെയാണ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചന എന്ന നിലയിൽ, നിങ്ങളുടെ വഞ്ചന തുറന്നു കാട്ടുക എന്ന നിലയിൽ ബിജെപി സമരത്തിനിറങ്ങിയിരിക്കുന്നത്. പാലക്കാട് മേഖലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് എം സുരേന്ദ്രൻ കൊഴിഞ്ഞാമ്പാറ, മണ്ഡലം പ്രസിഡന്റ് എ.കെ. മോഹൻദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുമംഗല എൽ. നിർമ്മൽകുമാർ, പ്രശാന്ത് എ. ദണ്ഡപാണി, എം. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യുടിവി ന്യൂസ്, പാലക്കാട്.